ബഹുമാനമുള്ള സഹോദരങ്ങളെ, ഇന്നലെ നാം സൂചിപ്പിക്കുകയുണ്ടായി, ഖബറിനകത്തേക്ക് ഒരു മനുഷ്യനെ കൊണ്ടുവെക്കുമ്പോൾ ഈ ദുനിയാവിൽ നമുക്ക് ജീവിതം എങ്ങനെയാണോ ശാരീരികമായി എത്രത്തോളം നമുക്ക് മനസ്സിലാക്കാൻ കഴിയുമോ, നമ്മുടെ ഇന്ദ്രിയങ്ങൾ എങ്ങനെ പ്രവർത്തിക്കുന്നുവോ അതേപോലെ തന്നെ ഖബറിൽ അതേ അവസ്ഥ അള്ളാഹു അവന് തിരികെ നൽകും എന്നാണ് നബിയുനാ റസൂലുള്ളാഹി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമ ലോകത്തോട് പഠിപ്പിച്ചത്. അപ്പോൾ മരിക്കുന്ന സമയത്ത് അവന്റെ ആത്മാവിനെ പിടിച്ചുകൊണ്ട് നേരെ ഇല്ലിയൂനിലേക്ക് കൊണ്ടെത്തിക്കുന്നു. അത് യഥാർത്ഥ വിശ്വാസിയാണെങ്കിലാണ് ഇല്ലിയൂൻ. അതെവിടെ? ഏഴാം ആകാശത്തിന്റെ സമുച്ചയത്തിലാണ്. അപ്പൊ അതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇല്ലിയൂനിനെ കുറിച്ച് ഖുർആനിൽ പരിചയപ്പെടുത്തി. രണ്ടാമത് സിജ്ജീനിനെയും പരിചയപ്പെടുത്തി. അത് മോശമായ ആത്മാക്കളെ, അത് ഏഴാം ഭൂമിയുടെ അടിത്തട്ടിലാണ് അവരുടെ ആത്മാക്കളെ കൊണ്ടുപോയി കൊളുത്തിയിടപ്പെടുക. അപ്പോൾ സിജ്ജീൻ എന്ന് പറയുന്നതും ഇല്ലിയൂൻ എന്ന് പറയുന്നതും ഇത് രണ്ടും അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഖുർആനിലൂടെ നമുക്ക് പരിചയപ്പെടുത്തി തന്നിരിക്കുകയാണ്. അതുകൊണ്ട് ബഹുമാനമുള്ള സഹോദരങ്ങളെ, നമ്മൾ ആഗ്രഹിക്കേണ്ടത് മുകളിലോട്ട് പോകാനാണ്. ആകാശത്തിന്റെ ഉടമസ്ഥന്റെ അരികിലേക്കാണ് നമുക്ക് പോകേണ്ടത്. എല്ലാവരും ആഗ്രഹിക്കുന്നത് ഉയരാനാണ്, താഴാനല്ല. അപ്പൊ താഴുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവന്റെ പദവി അന്തസ് കുറഞ്ഞുപോയി എന്നതാണ് ഇതിന്റെ അർത്ഥം. ഉയരുക എന്ന് പറയുമ്പോൾ അവന്റെ അന്തസ്സും പദവിയും കൂടിയിട്ടുണ്ട് എന്നാണ് അതിന്റെ അർത്ഥം. അപ്പോ നമുക്ക് വേണ്ടത് ഉയർച്ചയാണ് വേണ്ടത്, താഴ്ചയല്ല. അധപ്പതനമല്ല വേണ്ടത്, അന്തസ്സും അഭിമാനവുമാണ് വേണ്ടത്. അതെവിടേക്ക് ഉയരണം? അർശിലേക്ക് ഉയരണം, ഇല്ലിയൂനിലേക്ക് എത്തണം. അതാണ് നമ്മുടെ ഓരോരുത്തരുടെ ആത്മാവിനെ നാം സംരക്ഷിക്കേണ്ടത്. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതാണ് പറഞ്ഞത്, ഇന്ന അർവാഹൽ മുഅ്മിനീൻ, ഒരു വിശ്വാസിയുടെ ആത്മാവുമായി മലക്കുകൾ ആകാശലോകത്തേക്ക് ഉയരുമ്പോ ദഹബ ബിറൂഹിഹി ഇന്നൽ അബ്ദ ഇദാ മാത, ഒരു വിശ്വാസി സത്യവിശ്വാസി മരണപ്പെട്ടു കഴിഞ്ഞാൽ ദഹബ ബിറൂഹിഹി ഇലസ്സമാ, അവന്റെ ആത്മാവുമായി ആകാശലോകത്തേക്ക് മാലാകമാരുയരുമ്പോ, സ്വർഗലോകത്തേക്ക് ഉയരുമ്പോ, സ്വർഗത്തിലേക്ക് പോകുന്ന വഴിയുടെ ഓരങ്ങളിൽ നിൽക്കുന്ന മലക്കുകൾ വിളിച്ചു പറയുമത്രേ, റവ്വിഹൂ അഖാകും റവ്വിഹൂ അഖാകും ഫഇന്നഹു കാന മിൻ ഗമ്മിദ് ദുനിയാ, ഈ ആത്മാവിനെ സന്തോഷിപ്പിക്കണമേ, ഈ ആത്മാവിനെ ആനന്ദിപ്പിക്കണമേ. ഫഇന്നഹു കാന മിൻ ഗമ്മിദ് ദുനിയാ, ദുനിയാവിൽ വല്ലാതെ ദുഃഖിച്ച ആത്മാവാണ്, വിഷമിച്ച ആത്മാവാണ്, ദുനിയാവിൽ സുഖം പറ്റേ കുറഞ്ഞുപോയ ആത്മാവാണ്, ദുനിയാവിൽ അള്ളാഹുവിന് വേണ്ടി കണ്ണുകളെ സൂക്ഷിച്ച ആത്മാവിന് വേണ്ടി മാലാകമാര് സ്തുതികീർത്തനങ്ങൾ പാടുകയാണ്. ദുനിയാവിൽ സാമ്പത്തിക വ്യവസ്ഥയിൽ ക്രയവിക്രയങ്ങൾ അള്ളാഹുവിനെ ഭയപ്പെട്ടവർക്ക് വേണ്ടി മാലാകമാർ സ്തുതികീർത്തനങ്ങൾ അർപ്പിക്കുകയാണ്. അവരുടെ ആത്മാവിനെ സ്വർഗലോകത്തേക്ക് കൊണ്ടുപോകുമ്പോ മലക്കുകൾ വിളിച്ചു പറയുകയാണ്, റവ്വിഹൂ റവ്വിഹൂ, സന്തോഷിപ്പിക്കണമേ, ഈ ആത്മാവിനെ ആനന്ദിപ്പിക്കണമേ. അങ്ങനെ ആ ആത്മാവിനെ സ്വർഗലോകത്തേക്ക് കൊണ്ടെത്തിക്കുമ്പോ മുൻഗാമികളായി മരണപ്പെട്ടു പോയ സാലിഹീങ്ങൾ, ആരിഫീങ്ങൾ, സാദാത്തുക്കൾ, ഔലിയാക്കൾ, അള്ളാഹുവിന്റെ വഴികളെ സ്വീകരിച്ച അള്ളാഹുവിന്റെ യഥാർത്ഥ ദാസന്മാരെയും ദാസിമാരെയും വാനലോകത്ത് വെച്ചവർ കണ്ടുമുട്ടുകയാ. ദുനിയാവിൽ മരിച്ചുപോയവർ അവർ സാലിഹീങ്ങളാണെങ്കിൽ അതിനു മുമ്പേ മരിച്ചുപോയ മുൻഗാമികളായ സാലിഹീങ്ങളെ അർശിൽ കണ്ടുമുട്ടാൻ സാധിക്കുമെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇവിടെ നിന്ന് നാട്ടിലേക്ക് പോകുക, ഗൾഫിലേക്ക് പോകുമ്പോൾ നമ്മുടെ നാട്ടുകാരെ കാണുമ്പോൾ, പള്ളത്തുള്ളവരെ കാണുമ്പോൾ, കാസർഗോട്ടുകാരെ കാണുമ്പോൾ, ചെർക്കളക്കാരെ കാണുമ്പോൾ, ആ ഗൾഫിലുള്ളവർ നമ്മൾ വിശേഷങ്ങൾ ചോദിക്കുന്നത് പോലെ തന്നെ സാലിഹീങ്ങളായ മനുഷ്യന്മാരാണെങ്കിൽ നല്ല ആത്മാവാണ്, അള്ളാഹയെ വഴിപ്പെട്ട് ജീവിച്ചവനാണ് മരിച്ചുപോയതെങ്കിൽ അവൻ മരിച്ച് അവന്റെ ആത്മാവിനെ ഇല്ലിയൂനിൽ രേഖപ്പെടുത്തുമ്പോ നേരത്തെ മരിച്ച സാലിഹീങ്ങളെല്ലാം അവിടെ ഒരുമിച്ച് കൂടും. രണ്ട് റിവായത്തുണ്ട്, ഒന്ന് ഖബറിലും മറ്റൊന്ന് അർശിലും അള്ളാഹു അവരെ ഒരുമിച്ച് കൂട്ടും. ഇല്ലിയൂനിൽ അവരെ ഒരുമിച്ച് കൂട്ടും. അങ്ങനെ ഒരുമിച്ച് കൂട്ടുമ്പോ
ഉടനെ ആ മുൻഗാമികളായ ആത്മാക്കൾ ഇന്ന് മരിച്ച് അർശിന്റെ അരികിലേക്ക് കടന്നു വന്ന ആത്മാവിനോട് ചോദിക്കുകയാണ്, കൈഫ ഫുഇല ഫുലാൻ, കൈഫ ഫുഇല ഫുലാൻ, വമാ ഫുഇല ഫുലാൻ. നമ്മുടെ നാട്ടുകാരന്റെ അവസ്ഥ എന്താണ്? പള്ളത്തുകാരുടെ അവസ്ഥ എന്താണ്? കോസർകോട്ടുകാരുടെ അവസ്ഥ എന്താ? കേരളത്തിന്റെ അവസ്ഥകൾ എന്താണ്? അവിടുത്തെ കാലാവസ്ഥ എന്താണ്? ഹൈദ്രോസ് ജമാഅത്തിന്റെ അവസ്ഥ എന്താ? ഓരോ മനുഷ്യനെ കുറിച്ചും ചോദിക്കുകയാ. കണ്ടോ, ഇവിടെ നമ്മൾ കാണുന്നത് പോലെ തന്നെ അവിടെ നമുക്ക് കാണാൻ പറ്റും. നല്ല മനുഷ്യനാണെങ്കിൽ നമ്മുടെ ഉപ്പ മരിച്ചുപോയി, ഉപ്പാന്റെ ആത്മാവ് അല്ലാഹു ഇല്ലിയൂനിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ ആ കുടുംബത്തിൽ നിന്ന് ആരൊരാൾ മരണപ്പെട്ടു പോകുന്നുവോ ആ ആത്മാവിനെ, ആ ഉപ്പയെ കാണാൻ സാധിക്കുകയും സംസാരിക്കാൻ കഴിയുമെന്ന് ഹബീബുനാ ഷഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മരിച്ചു പോകുമ്പോൾ നമ്മൾ എന്താ കരച്ചിൽ? എന്ത് കരയിലാണ്? പൊട്ടി പൊട്ടി കരയിലല്ലേ? ഒരാൾ മരിച്ചു പോകുമ്പോ, ഭാര്യ മരിച്ചാല് ഭർത്താവിന്റെ വിഷമം, അത് പിന്നെ സമാധാനിക്കും, വലിയ കരച്ചിലൊന്നും കാണൂല. പക്ഷെ ഭർത്താവ് മരിച്ചാല് ഭാര്യയുടെ കരച്ചിലാണ് സഹിക്കാൻ പറ്റാത്തത്. വല്ലാത്ത കരച്ചിലാണ്. നെഞ്ചിൽ എനിക്കിനി ആരാണോ എന്ന് പറഞ്ഞിട്ട് നെഞ്ചിലിട്ട് അടിക്കുന്ന കണ്ടാല് എന്താ അതിന്റെ അർത്ഥം? എനിക്കിനി ആരാണോ, ഇനി രണ്ടാമത് തന്നെ കെട്ടാൻ പോണത് ആരാണോ എന്നുള്ള ഒരു അർത്ഥത്തിലുള്ള അടിയാണ് ആ നെഞ്ചിലിട്ടുള്ള അടി. എന്താ അടി? അപ്പൊ നമ്മൾ വിചാരിക്കും, ഓ ഈ പെണ്ണിന് ഇയാളോട് ഇത്രയ്ക്ക് സ്നേഹമോ, ഇത്രയ്ക്ക് സ്നേഹം, എന്താ കരച്ചില പടച്ചോനെ. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ലൈസ മിന്നാ മൻ ളറബൽ ഖുദൂദ് വശഖൽ ജുയൂബ് വദആ ബിദഅവത്തിൽ ജാഹിലിയ്യ. മൂന്ന് വിഭാഗക്കാർ ഇസ്ലാമിന്റെ വിഭാഗത്തിൽപ്പെട്ടവരല്ല. മൂന്ന് വിഭാഗക്കാർ മുസ്ലിമീങ്ങളല്ല. പരിശുദ്ധ പ്രവാചകന്റെ വഴികളെ അനുധാവനം ചെയ്യുന്നവരല്ല. മൂന്ന് വിഭാഗക്കാർ ജാഹിലീങ്ങളാണ്, വിവരമില്ലാത്തവരാണ്, വിവരദോഷികളാണ്. ഹബീബായ റസൂലുള്ളാഹി തങ്ങൾ അവരെ പരിചയപ്പെടുത്തുന്നത് ആരെന്നറിയുവോ? മല്ലറബൽ ഖുദൂദ്. ഭർത്താവ് മരിച്ചുപോയി, ആ ഭർത്താവിന്റെ മയ്യത്തിന്റെ അരികിൽ കിടന്ന് പൊട്ടിക്കരയുന്ന പെണ്ണേ, ശരീരമാസകലം അടിച്ചു വേദനിപ്പിച്ചുകൊണ്ട് അതബില്ലാതെ മര്യാദയില്ലാതെ നെറികേട് കാണിക്കുകയാണ്. തന്റെ ഉപ്പാന്റെ മയ്യത്തിന്റെ അരികത്ത് കിടന്നുകൊണ്ട്, തന്റെ ഉമ്മാന്റെ മയ്യത്തിന്റെ അരികിൽ നിന്നുകൊണ്ട്, തന്റെ ഭർത്താവിന്റെ മയ്യത്തിന്റെ അരികിൽ നിന്നുകൊണ്ട് ആരൊരാള് പൊട്ടിക്കരയുന്നുവോ, ശരീരമാസകലം അടിച്ചു വേദനിപ്പിച്ചുകൊണ്ട് കരയുന്നുവോ, ലൈസ മിന്നാ, അവർ ഇസ്ലാമിക സമൂഹത്തിൽ പെട്ടവരല്ലേ എന്ന് നബിയുനാ റസൂലുള്ളാഹി. ഒരു മയ്യത്ത് മരിച്ചുപോയാൽ, ഒരു മനുഷ്യൻ മരിച്ചുപോയാൽ കരയണം. കരയാത്തവൻ കല്ലിന്റെ ഹൃദയമുള്ളവനാണ്. അവന്റെ ഹൃദയം കാഠിന്യം നിറഞ്ഞതാണ്. ഒരു നിലയ്ക്കും ലാളിത്യമോ ഉദാരതയോ കരുണയില്ലാത്ത മനസ്സിന്റെ ഉടമയാണ്. അതുകൊണ്ട് കരയണേ. പക്ഷേ ആ കരച്ചിൽ എങ്ങനത്തെ കരച്ചിലായിരിക്കണം? ഈ മയ്യത്തിന് പൊറുക്കപ്പെടാൻ വേണ്ടിയുള്ള കണ്ണുനീര് മാത്രമായിരിക്കണം അത്. അതല്ലാതെ ഒപ്പാരയിട്ട് കരയലല്ല, പൊട്ടിക്കരയലല്ല, നിലവിളിക്കലല്ല, വിളിച്ചുകോവലല്ല, അട്ടഹസിക്കലല്ല. ഇത് ജാഹിലീങ്ങളുടെ സ്വഭാവമാണെന്ന് നബി തങ്ങൾ പഠിപ്പിക്കുമ്പോ, ശരീരമാസകലം അടിച്ച് വേദനിപ്പിക്കുന്ന സഹോദരാ സഹോദരി, അവർ ജാഹിലീങ്ങളാണ്, മുസ്ലിമീങ്ങളല്ല എന്ന് നബിയുനാ റസൂലുള്ളാഹി. രണ്ടാമത്തെ വിഭാഗത്തെ പരിചയപ്പെടുത്തുകയാണ്, വശഖൽ ജുയൂബ്. മയ്യത്തിന്റെ മുന്നിൽ പൊട്ടിക്കരഞ്ഞിട്ട് ശരീരത്ത് ധരിച്ച വസ്ത്രങ്ങൾ വലിച്ചു കീറുകയാണ്, വേദന കൊണ്ട് വലിച്ചു കീറുകയാണ്. ഉപ്പാന്റെ വിരഹ ദുഃഖത്താൽ, ഭർത്താവിന്റെ വിരഹ ദുഃഖത്താൽ, ഭാര്യയുടെ വിരഹ ദുഃഖത്താൽ, തന്റെ സുഹൃത്തുക്കളുടെ വിരഹ ദുഃഖത്താൽ ശരീരത്തിന്റെ വസ്ത്രങ്ങൾ വലിച്ചു കീറുന്ന വിഡ്ഢികളെ, നിങ്ങൾ വിശ്വാസികളല്ല, അവർ ജാഹിലീങ്ങളാണ്. നബിയുനാ റസൂലുള്ളാഹി. മൂന്നാമത്തെ വിഭാഗത്തെ അല്ലാഹുവിന്റെ റസൂൽ പരിചയപ്പെടുത്തുകയാണ്, വദഅ ബിദഅവത്തിൽ ജാഹിലിയ. ഒരാൾ മരണപ്പെടുമ്പോ ജാഹിലീങ്ങൾ നിലവിളിക്കുന്നത് പോലെ, ഒപ്പാരയിടുന്നത് പോലെ പൊട്ടിക്കരയുന്നവരെ, വിളിച്ചു കൂവുന്നവരെ, അലമുറയിടുന്നവരെ, അട്ടഹസിക്കുന്നവരെ, ലൈസ മിന്നാ, അവർ നമ്മിൽപ്പെട്ടവരല്ല എന്ന് ശഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിച്ചത് എങ്ങനെയാണ്? സാധാരണ നിലയിലുള്ള കണ്ണുനീർ. ആ വീട്ടിൽ മരിച്ചു എന്ന് ആരും അറിയാൻ പാടില്ല. മയ്യത്ത് അവിടെ കിടക്കുന്നു, വീട്ടിലെല്ലാവരും ദുആയിലോ ദിക്റിലോ ഖുർആനോത്തിലോ ഒക്കെ ആയിരിക്കും. പക്ഷെ എല്ലാവർക്കും വിഷമമുണ്ടാകും, കരയണം. ആ കരച്ചിൽ കണ്ണുനീരിലൂടെ മാത്രമായിരിക്കണം. അതല്ലാതെ നാട്ടുകാരറിയില്ല, ഔറത്ത് വലിച്ച് എന്താ ഇത്,
ചില പെണ്ണുങ്ങളൊക്കെ അടുത്തോട്ട് പോയാലും ബ്ലൗസും കാണൂല, അകത്തും കാണൂല, പുറത്തും കാണൂല, എല്ലാം വലിച്ച് കീറി ആകെ മുടി കിടി നാഗവല്ലി, യക്ഷി, ഡ്രാക്കുള, രക്തരക്ഷസ്, അതേപോലെ കോല മുടി എല്ലാം കൂടെ ആകെ വലിച്ച് കീറി. ഇങ്ങനെ കരഞ്ഞിട്ട് എന്താ പുണ്യോ? ഈ മയ്യത്തിന് അതിന്റെ പേരിൽ ശിക്ഷിക്കുകയാണെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഇങ്ങനെ കരേണ്ട കാര്യമില്ല. നമ്മുടെ ഭർത്താവ് മരിച്ചോ, ആ ഭർത്താവിനെ നമുക്ക് കാണാം നാളെ. മുസ്ലിമീങ്ങളുടെ വിശ്വാസം അതാണ്. മുസ്ലിമീങ്ങളുടെ വിശ്വാസം അതാണ്. നമ്മുടെ ഭർത്താവിനെ നമുക്ക് നാളെ കാണും, നമ്മുടെ ഭാര്യയെ നമുക്ക് നാളെ കാണാം, നമ്മുടെ ഉപ്പയെ നമുക്ക് നാളെ കാണാം, നമ്മുടെ മക്കളെ നമുക്ക് നാളെ കാണാം. ഇന്ന് ഈ ദുനിയാവിൽ നമ്മുടെ മക്കളോട് നമ്മൾ സല്ലപിക്കുന്നത് പോലെ, ഭാര്യയോട് ഭർത്താവിനോട് സല്ലപിക്കുന്നത് പോലെ തന്നെ നമുക്ക് സാലിഹീങ്ങളായ സാലിഹാത്തുകളായ ഭാര്യമാരും ഭർത്താക്കന്മാരുമാണ് നമുക്ക് അള്ളാഹു നൽകിയതെങ്കിൽ അവർക്ക് നാളെ സംഗമിക്കാനുള്ള അവസരം അള്ളാഹു നൽകും. പരിശുദ്ധ ഖുർആനും ഹദീസുകളും അതാണ് ഇല്ലിയൂനിൽ കൊണ്ട് രേഖപ്പെടുത്തുമ്പോ, നേരത്തെ ഭർത്താവ് മരിച്ചുപോയെങ്കിൽ ആ ഭർത്താവിന്റെ അരികിലേക്കാണ് പിന്നീട് തന്റെ ഭാര്യ കടന്നു വരുന്നതെങ്കിൽ ഭർത്താവ് തന്റെ മക്കളെ കുറിച്ച് ചോദിക്കുകയാണ്, പെണ്ണെ നമ്മുടെ മക്കളുടെ അവസ്ഥ എന്താ, നമ്മുടെ നാടിന്റെ അവസ്ഥ എന്താണ്, മഹലിന്റെ അവസ്ഥ എന്താണെന്ന് ചോദിക്കുകയാണ്. ഓരോ മഹല്ല് നിവാസികളെ കുറിച്ചും ചോദിക്കും. ഇന്ന വ്യക്തിക്ക് എന്ത് സംഭവിച്ചു, ഇന്ന വ്യക്തിയുടെ അവസ്ഥ എന്താണെന്ന് ചോദിക്കുമ്പോ ഉടനെ ഇന്നലെ മരിച്ചുപോയ വ്യക്തി പറയുകയാണ്, ഓ മാതാ, അദ്ദേഹം 5 ദിവസം മുമ്പ് മരിച്ചുപോയി, 5 വർഷം മുമ്പ് മരിച്ചുപോയി, ഞാൻ മരണപ്പെടുന്നതിന് 10 വർഷം മുമ്പ് മരിച്ചുപോയി എന്ന് പറയുമ്പോ അവമാജാക്കും, ഈ നാട്ടിലേക്ക് അവൻ വന്നില്ലയോ, കടന്നു വന്നില്ലയോ? കണ്ടോ, അവിടെയാണ് പാളി പോകുന്നത്. ഇന്നലെ മരിച്ചുപോയ വ്യക്തി സാലിഹായ ഒരു മനുഷ്യനാണ്. അദ്ദേഹത്തിന്റെ ആത്മാവ് അർശിലെത്തി, ഇല്ലിയൂനിലെത്തി. അപ്പൊ നേരത്തെ ഇല്ലിയൂനിലുള്ളവർ ചോദിക്കുകയാണ്, നമ്മുടെ ഇന്ന വ്യക്തിയെ കുറിച്ച് നിങ്ങൾക്ക് അറിയാം, എന്തുകൊണ്ട് വിശേഷം? അദ്ദേഹം മരിച്ചുപോയല്ലോ, അദ്ദേഹം 5 വർഷം മുമ്പേ മരിച്ചുപോയല്ലോ, പക്ഷെ മരിച്ചിട്ട് ഇവിടെ എത്തിയിട്ടില്ലല്ലോ എന്ന് പറഞ്ഞ അതിന്റെ അർത്ഥം എന്താ? ذهب به إلى أمه الهاوية. സാലിഹീങ്ങളായ മനുഷ്യനല്ല എങ്കിൽ പരസ്പരം കണ്ടുമുട്ടാൻ അവസരമില്ല. സാലിഹത്തായ പെണ്ണാണെങ്കിൽ പരസ്പരം കണ്ടുമുട്ടാൻ അവസരം നൽകും. ഒരാൾ മരിച്ചുപോയി അവന്റെ ആത്മാവ് മറ്റുള്ള ആത്മാക്കളുമായി ബന്ധപ്പെടുത്തുമ്പോ ദുനിയാവിൽ മരിച്ചുപോയവരെ കുറിച്ച് ചോദിക്കുന്ന വേളയിൽ അദ്ദേഹം ഇങ്ങോട്ട് കടന്നു വന്നിട്ടില്ല എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? അദ്ദേഹം നരകത്തിലേക്ക് പോയിരിക്കുകയാ. നരകവാസികളെ പരസ്പരം കാണാൻ അല്ലാഹു അനുവദിക്കുകയില്ല. നരകവാസികളെ കാണാൻ അനുവദിക്കുകയില്ല. അവർക്ക് തമ്മിൽ സംഭാഷണം നടത്താൻ അനുവാദമില്ല.